പുലിപ്പേടിയിൽ കൊരട്ടി ദേവമാത ആശുപത്രിക്ക് സമീപം പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കൊരട്ടി ദേവമാത ആശുപത്രിക്ക് സമീപം പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, RRT അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലപരിശോധനയ്ക്കെത്തിയത്. ആശുപത്രിക്ക് സമീപം കാട് പിടിച്ചു കിടക്കുന്ന പാടവും ഭൂമിയുമാണ് പരിശോധിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഇവിടെ മത്സ്യബന്ധനത്തിനെത്തിയ പ്രദേശവാസിയായ ജോയ് എന്നയാളാണ് പുലിയെ കണ്ടത്. പുലിയെ കണ്ട് ഭയന്നോടിയ ഇയാൾ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ രാത്രി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ഈ പുലി ഇങ്ങനെ ഉണ്ടെന്നുള്ളൊരു അഭ്യൂഹം തന്നെ സമയത്ത് ഇങ്ങനെ രാത്രി ഇറങ്ങി ഇറക്കിയിരുന്നു. അല്ല, ലോക്കൽ ബോഡി അറിയിച്ചിട്ടുള്ള ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല. മൊബൈലില്ല. എൻ്റെ മൊബൈൽ കളവ് പോയിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് അതിനെ പറ്റുള്ളതൊന്നും അറിയില്ല, വേറെ പണിയില്ല. അപ്പൊ പുലി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പുലി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെയുള്ള ഈ ഭാഗത്ത് വരുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇല്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും എത്ര കിലോമീറ്റർ അകലെന്നാണ് പിടിക്കാൻ കിടന്നു. അല്ല, ഞാൻ എല്ലാ ദിവസവും രാത്രി വന്നുണ്ട്. രാത്രി വന്നൊരു 1.5 മണിക്കൂർ ആ ചാലിന് ചുറ്റും വരാറുണ്ട്. അവിടെ മീൻ കിട്ടാറുണ്ട്. പിന്നെ വെട്ടിട്ടിട്ട് പോകും. ഞാൻ ഈ ഇതിന്റെ തൊട്ട് താഴത്തെ ഒരു ചെറിയൊരു വള്ളാസമാരി ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും അവിടെ വലിയ കൈതക്കാട് ഇറങ്ങിയ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആ കാടൊക്കെ മൊത്തം പറിച്ച് ഹിറ്റാച്ചിക്ക് താത്തി. അപ്പൊ അത്രയും ഭാഗം ഒരു വെടുപ്പുണ്ട്. അവിടെ മീനുണ്ട്, ചണ്ടി വെള്ളമുണ്ട്. അപ്പൊ അവിടെ മാത്രമേ തെളിവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഈ പുല്ലും ചെളിയായാലും കിട്ടാറില്ല. ഇവിടെ നിന്ന് എനിക്ക് കിട്ടാറില്ല. ഇന്നലെ അവിടെ വന്ന് ഞാൻ ഒറ്റലോണ്ട് ഒറ്റി. ഈ അരയിൽ താരാലിന്ന് പറഞ്ഞ ചാക്കുസൂചിമ കയറ് കോർത്തിട്ട് സാധനം വയറ് കോർത്തിട്ട് അത് വലിച്ചു ഊരാൻ വേണ്ടി തോളിക്കൂടെ ഉള്ളൊരു ടോർച്ച് ഉണ്ട്, നല്ല വലിയ ടോർച്ചാണ്. അത് കത്തിക്കിടക്കുക. ഇത് ഇങ്ങനെ അഴിച്ചുകൊണ്ട് ഊർത്തന്നെ അടിച്ച് നോക്കുമ്പോൾ ഈ സാധനത്തിന്റെ വെട്ടത്തിൽ ഈ സാധനത്തെ കാണുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒറ്റലെടുത്ത് ഇതെടുത്തിട്ട് ഓടി. ഞാൻ അവിടെ നിന്ന് ഓടിച്ചിട്ട് തന്നെ ഓടിയാൽ എനിക്കൊരു ഒറ്റൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചോദിച്ച് കനുണ്ട്. ഓടിയിട്ടാണ് ഈ കാലിന് സ്പീഡ് കിട്ടണില്ലേ, കാല് കുഴഞ്ഞ വരെയായി. എന്നാൽ താഴ്ചയുണ്ട്. തുടർന്നാണ് ബുധനാഴ്ച വീണ്ടും പരിശോധനയ്ക്കെത്തിയത്. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. പുലിവീതിയിൽ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് നാട്ടുകാർ. പനാറമ്പാട് വാർഡ് മെമ്പർ ജയനി ജോഷിനെ വിളിച്ചു. ഇങ്ങനെ പുലി നമ്മുടെ മൃഗാശുപത്രിയുടെ പുറകിലായിട്ട് ജോയി എന്ന് പറയുന്ന കക്ഷി പാടത്ത് മീൻ പിടിക്കാൻ പോയ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ ഇവിടെ പറയും. അതോടൊപ്പം തന്നെ RRT ടീമിനെ അറിയിക്കും. ഞങ്ങൾ വരുമ്പോൾ സ്പോട്ടിൽ RRT ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മാധ്യമപ്രവർത്തകരുണ്ടായി, ഇവിടെ പ്രദേശത്തുള്ളവരുണ്ട്. എല്ലാവരും കൂടി തൊട്ടപ്പുറത്തെ മതിലിൻ്റെ മുകളിൽ നിന്ന് വീഴ്ച കുറച്ചൊക്കെ ചോദിക്കുമ്പോൾ വലിയ കാടാണ്. ഇവിടെ പോയി നോക്കാൻ രാത്രി പ്രയാസം എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും കൂടി തിരിച്ചു പോയി. ഇത് രാവിലെ തന്നെ വീണ്ടും പറഞ്ഞ സ്പോട്ടിലേക്ക് ഫോറസ്റ്റ് RRT ടീം അടക്കം ഞങ്ങൾ രാവിലെ എത്തി. ഈ പ്രദേശത്തൊക്കെ നിരീക്ഷിച്ചു. ഈ പറയുന്ന ആളെ വിളിച്ചു വരുത്തി കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തും ആ സ്ഥലത്തും പരിശോധന നടത്തി. പക്ഷെ ഒരു സാന്നിധ്യം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കാൽപ്പാടുകളൊന്നും ഇല്ല, പ്രദേശത്തൊന്നുമില്ല. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്